പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയം സഭയുടെ മാതാവ് എന്ന തിരുനാൾ ഇന്ന് സഭ ആഘോഷിക്കുന്നു. സഭയുടെ ജന്മദിന തിരുനാളായ പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസമാണിന്ന്. ഒരു സ്ത്രീ വഴി പാപം ലോകത്തിലേക്ക് വന്നു. ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി മാറേണ്ടവൾ ദൈവഹിതം മനസ്സിലാക്കാതെ ജീവിച്ചതുകൊണ്ട് അവൾ സകല മനുഷ്യരുടെയും പാപത്തിന് ഹേതുവായി. അതിനു പകരമായി പരിശുദ്ധ കന്യാമറിയം സമ്പൂർണമായിട്ടും ദൈവത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി. അവളുടെ താഴ്മയെ കടാക്ഷിച്ചതുകൊണ്ട് അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് അരുളിച്ച് സകല മനുഷ്യരുടെയും അമ്മയായി പരിശുദ്ധ കന്യാമറിയം മാറും. കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശു യോഹന്നാൻ അമ്മയെ കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകനെന്ന യോഹന്നാനോടും ഇതാ നിൻ്റെ അമ്മയെന്ന മറിയത്തോടും അരുളിച്ച് നമ്മുടെ മുഴുവനും അമ്മയായ ഈ അമ്മയുടെ മാധ്യസ്ഥം വഴി പുത്രനെ കൂടുതൽ സ്നേഹിക്കുവാനും പുത്രൻ്റെ സാമീപ്യവും സാന്നിധ്യം അനുഭവിക്കുവാനും നമ്മെ ഇന്ന് വിളിക്കും. ഈശോയെ, ഈ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. അങ്ങയുടെ തിരുഹിതം സമ്പൂർണ്ണമായിട്ടും നിറവേറ്റിക്കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. നിൻ്റെ തിരുഹിതത്തിന് സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അംഗീകരിക്കുന്നു, നന്ദി പറയും. കാനായിലെ കല്യാണവേളയിൽ വീഞ്ഞില്ലാതെ വന്നപ്പോൾ ആ കുറവ് നികത്തുവാൻ പുത്രനോട് ആവശ്യപ്പെട്ട പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുറവുകളെയും അസ്വസ്ഥതകളെയും എടുത്തു മാറ്റി ദൈവപ്രസാദത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇതാ കർത്താവേ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ തക്കവിധം അനുഗ്രഹിക്കണം. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.